നിർമ്മൽ എബ്രഹാം, വിദേശകാര്യ വിദഗ്ധൻ തത്സമയം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് ശ്രീ നിർമ്മൽ എബ്രഹാം. ശരിക്കും ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യം ലോകത്ത് നിലനിൽക്കുന്നുവെന്ന് താങ്കൾക്ക് അറിയാം. പശ്ചിമേഷ്യയിൽ ഇരുണ്ട മേഘങ്ങൾ വന്ന് നിൽക്കുകയായിരുന്നു. ഇപ്പോൾ ഡയറക്റ്റായി അമേരിക്ക യുദ്ധത്തിന് ഇറങ്ങിയിരിക്കുന്നു. ഒരുപക്ഷെ മറ്റു രാജ്യങ്ങൾ കൂടി ഈ തീരുമാനമെടുത്താൽ എന്താവും ഈ നാടിൻ്റെ ഗതി, ഈ മണ്ണിൻ്റെ അവസ്ഥ എന്ന് നമുക്കറിയില്ല. ഈ ആശങ്കപ്പെടുന്ന സാഹചര്യത്തിൽ താങ്കൾക്ക് എന്താണ് പ്രതികരിക്കാനുള്ളത്? ഇത് രണ്ട് രീതിയിലാണ്. ഒന്നെങ്കിൽ ഇറാൻ തിരിച്ച് അറ്റാക്ക് ചെയ്യുന്ന ഇസ്രായേലിലോട്ട് മാത്രം ലിമിറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ വലിയ എസ്കലേഷൻ ഉണ്ടാവില്ല. കാരണം ഇത് അമേരിക്ക വെച്ചൊരു കെണിയായിട്ടൂടെ കാണാം. ഒരേ സമയത്ത് അവർ ഫോർഡോ അറ്റാക്ക് ചെയ്ത് നശിപ്പിച്ചു. അതേപോലെ തന്നെ ഇറാൻ ഒരു കെണി ഇട്ട് കൊടുത്തു. അതായത് തിരിച്ച് അറ്റാക്ക് ചെയ്യുമ്പം ഈ മിഡിൽ ഈസ്റ്റിൽ തന്നെ അമേരിക്കയ്ക്ക് സിറിയയിലും ഇറാഖിലും കുവൈറ്റിലും ബഹ്റൈനിലും ഖത്തറിലും സൗദിയിലും ഒക്കെ ആയിട്ട് 45,000-ഓളം വരുന്ന ട്രൂപ്സ് ഉണ്ട്, അവരുടെ അസറ്റ്സ് ഉണ്ട്. അവിടെ എവിടെയെങ്കിലും ഇറാൻ ഒന്ന് അറ്റാക്ക് ചെയ്യാൻ അമേരിക്ക കാത്തിരിക്കും, തിരിച്ച് ഈ വാറിലോട്ട് ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് കയറാനായിട്ട്. അതാണ് ഒരു എസ്കലേറ്റിംഗ് സിനാരിയോ. മറിച്ചൊരു സിനാരിയോ മറ്റേതെങ്കിലും രാജ്യങ്ങൾ ഇൻവോൾവ് ആയാലും, അതിൻ്റെ അതിപ്പം സാധ്യതയുള്ളത് വലിയ രാജ്യങ്ങളായിട്ട് റഷ്യയും ചൈനയുമാണ്. പക്ഷേ ചൈനയുടെ ചരിത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ അടുത്ത ഇടയിലൊക്കെ തന്നെ ചൈന ഉണ്ടായ യുദ്ധങ്ങളിലൊന്നും ഡയറക്റ്റ്ലി ഇൻവോൾവ് ആയിട്ടില്ല. ഇപ്പോൾ പലസ്തീൻ ഇസ്രായേൽ യുദ്ധത്തിൽ പലസ്തീൻ ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് കൊടുക്കുന്നു. റഷ്യ യുക്രൈൻ യുദ്ധം വന്നപ്പോഴത്തേക്കും റഷ്യക്ക് മിലിറ്ററി എയ്ഡ് ഒന്നും കൊടുത്തിട്ടില്ല, പകരം അവരുടെ ട്രേഡ് വർദ്ധിപ്പിച്ചു, കുറച്ച് ഓയിൽ മേടിച്ച് സഹായിച്ചു, അങ്ങനെയൊക്കെ ചെയ്യുന്നു. അതേപോലെ ഈ യുദ്ധത്തിൽ, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിലും പുറകിൽ നിന്ന് ഇന്ത്യക്ക് ഇട്ട് പണിതു എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ഉണ്ടായിട്ടില്ല. ഈ കാര്യത്തിലും അങ്ങനെ ഉണ്ടാകുമെന്ന് സംശയമുണ്ട്. രണ്ടാമത് റഷ്യയാണ് പിന്നെ വരാൻ സാധ്യതയുള്ളത്. പക്ഷെ റഷ്യക്കും നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 3 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഇറാനുമായിട്ടും ഇസ്രായേലുമായിട്ടും നല്ല ബന്ധം. 2, അമേരിക്ക എന്ന വലിയ രാജ്യത്തോടുള്ള ഭയം. 3, ഏതെങ്കിലും രീതിയിൽ ഈ ഒരു എസ്കലേഷനിലോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ തന്നെ ഡയറക്റ്റ്ലി ഇപ്പോൾ യുക്രൈനുമായിട്ടുള്ള യുദ്ധത്തിൽ അല്പം വീക്കെൻഡാണ്. അവർക്ക് അവരുടെ അസറ്റ്സ് ആവശ്യമുണ്ട്, മിലിറ്ററി ആവശ്യമുണ്ട്, എക്യുപ്മെന്റും ആവശ്യമുണ്ട്. ആ സമയത്ത് മറ്റൊരു രാജ്യത്തിന്, അതായത് അമേരിക്ക കൂടി എതിർത്ത് നിൽക്കുന്ന മറ്റൊരു രാജ്യത്തിനെ സഹായിക്കാൻ അവരും തുനിയുമോന്ന് തോന്നുന്നില്ല. പക്ഷെ ഇതിൻ്റെ അകത്ത് ഒരു ചോദ്യമായിട്ട് നിൽക്കുന്നത്, ട്രംപ് പറഞ്ഞ 3 ഗോൾസിൽ രണ്ടാമത്തെ മേജർ ഗോൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് ഇനിയിപ്പോൾ യുദ്ധത്തിന് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഇസ്രായേലും അമേരിക്കയും അതിന് ഉത്തരം പറയേണ്ടി വരും. കാരണം അവർ പറഞ്ഞത് ന്യൂക്ലിയർ കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യുന്നു, അതില്ലാതാക്കിയാൽ ഞങ്ങളുടെ പ്രശ്നം തീർന്നു എന്ന് പറഞ്ഞു തുടങ്ങിയ യുദ്ധമാണ്. ഇന്ന് ട്രംപ് പറയുന്ന പോലെ ഫോർഡോ അവരെ തകർത്ത് കളഞ്ഞെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ എയിം അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പം ട്രംപിന്റെ ഒരു കെണിയാണ്, അല്ലെ ഇസ്രായേലിന്റെ ഒരു കെണിയാണ്, ഇറാൻ തിരിച്ചടിക്കുമ്പോൾ അമേരിക്കൻ അസറ്റ്സിനെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് പറഞ്ഞിട്ട് അമേരിക്ക മാരകമായിട്ട് തിരിച്ചടിക്കുന്നു. ആ വഴിക്ക് ഇറാന്റെ ഇപ്പോഴത്തെ റീജിയണൽ ഇൻഫ്ലുവൻസ് ഇല്ലാതാക്കാനും സുപ്രീം ലീഡറിനെ ടേക്ക് ഔട്ട് ചെയ്യാനും ഒപ്പം റെജീം ചേഞ്ച് കൂടെ വരുത്താനായിട്ടും ഉള്ളൊരു ശ്രമത്തിന് വേണ്ടി അവർ തുടങ്ങും. പക്ഷെ ആ കെണിയിലോട്ട് ഇറാൻ പോയി വീഴാതിരുന്നാൽ മാത്രം മതി. മറ്റൊന്ന് ഇറാന് ചെയ്യാൻ പറ്റുന്നത്, സമാധാന ചർച്ചയ്ക്ക് തീർച്ചയായിട്ടും ഇനി ഇറാന് വഴി തുറക്കാം. കാരണം ഇനി നെഗോഷിയേഷൻ ടേബിളിന്റെ ആവശ്യമില്ല, കാരണം അവർ ന്യൂക്ലിയർ പ്ലാന്റുകൾ നശിപ്പിച്ചു എന്ന് പറയുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ ഇറാൻ ഇപ്പോൾ യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിലുമായിട്ടോ അല്ലെങ്കിൽ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസുമായിട്ടോ കംപ്ലൈന്റ് ഫയൽ ചെയ്ത് നേരെ മീഡിയേഷനിലോട്ട് പോകാം. അതും അല്ലെങ്കിൽ അവർക്ക് ഇപ്പോൾ റിറ്റാലിയേഷൻ നടത്തി ഇനി അവർക്ക് ആയുധം താഴെ വെച്ചിട്ട് പറയാം, ഞങ്ങൾ നിർത്തി, ഇനി നമുക്ക് സംസാരിക്കാം, ഞങ്ങൾ സംസാരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞാൽ ഡി എസ്കലേറ്റ് ചെയ്യും. അല്ലാത്ത ഏതൊരു സാഹചര്യം നോക്കിയാലും എസ്കലേറ്റ് ചെയ്യും. ഇസ്രായേലിനെ മാത്രമായിട്ട് അറ്റാക്ക് ചെയ്ത ഒരു പക്ഷേ വമ്പൻ എസ്കലേഷൻ ഉണ്ടാകാതിരിക്കും. പക്ഷേ അമേരിക്കൻ അസറ്റ്സിനെ അറ്റാക്ക് ചെയ്താൽ വലിയൊരു എസ്കലേഷൻ ഉണ്ട്. താങ്ക് യു ശ്രീ നിർമ്മൽ എബ്രഹാം. വിദേശകാര്യ വിദഗ്ധനായ ശ്രീ നിർമ്മൽ സംസാരിക്കുകയായിരുന്നു.